സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കും ആര്യാടൻ മുഹമ്മദിനുമെതിരെ കേസെടുക്കാൻ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുക തന്നെ വേണമെന്ന് കോടതി പറഞ്ഞു. അസാധാരണ സാഹചര്യത്തിൽ അസാധാരണ ഉത്തരവ് ഉണ്ടാകുമെന്നും കോടതി വ്യക്തമാക്കി. ആദ്യം ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ ആദ്യഘട്ടത്തിലുള്ളത് BJP നേതാവ് ശ്രീ വി രാജേഷ്, അഡ്വക്കേറ്റ് ഉദയഭാനു, ടി സിദ്ദിഖ്, PC ജോർജ് എന്നിവർ. വി രാജേഷ്, ഇന്നിപ്പോൾ സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കും ആര്യാടൻ മുഹമ്മദിനുമെതിരെ കേസെടുക്കാൻ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുകയാണ്. അതിനകത്തുള്ള നിയമപരമായ പ്രശ്നം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജഡ്ജിക്കെതിരെ ഉള്ള വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഉമ്മൻചാണ്ടി ഇപ്പോൾ യാത്രകളെല്ലാം അവസാനിപ്പിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്നു എന്നുള്ളതാണ് വാർത്ത. എങ്ങനെ പ്രതികരിക്കുന്നു നിങ്ങൾ? ജഡ്ജിക്കെതിരെയുള്ള പരാമർശം അല്ലെങ്കിൽ പ്രതിഷേധം എന്ന് ഞാൻ കണക്കാക്കുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിക്കെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ്. ജഡ്ജി ഒരു ഒറ്റപ്പെട്ട വ്യക്തിയല്ലല്ലോ, ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ ബാബുവിനെ എതിരായി നടത്തിയ വിജിലൻസ് പരാമർശത്തിന് ഹൈക്കോടതി സ്റ്റേ കൊടുത്തിരിക്കുന്നു. അതിനെ കോൺഗ്രസ് തള്ളി പറയുമോ? അതിനെ കോൺഗ്രസിന് തള്ളി പറയാൻ സാധിക്കുകയല്ലോ. അപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റം, ആ സിസ്റ്റത്തിൽ പോരായ്മകളുണ്ടെങ്കിൽ അതിന് അപ്പലേറ്റ് കോടതികളുണ്ട്, അവിടെ പറയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലിരിക്കുന്ന ഒരു സിസ്റ്റത്തെ ഞാനും ലാലും അടക്കമുള്ളവർ, യൂത്ത് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവർ മാനിച്ചേ മതിയാവുകയുള്ളൂ. ജഡ്ജിയെ മുൻപ് CPM ഒരു പരിപാടി ഉണ്ടായിരുന്നു. CPM അനുകൂലമായ വിധികൾ വരുമ്പോഴേക്കും പൊരുത്തി പറയുക, അല്ലാത്തപ്പോഴേക്കും തള്ളി പറയുക. അതിലർത്ഥമില്ല. ഇവിടെ നമ്മളൊക്കെ ഉൾപ്പെടുന്നവർ ഈ സിസ്റ്റത്തെ ബഹുമാനിക്കണം. ഇവിടെ കോടതി ജഡ്ജി അസഭ്യം, ഇപ്പോൾ ജഡ്ജി ബഹുമാനപ്പെട്ട ശ്രീ SS വാസൻ, അദ്ദേഹം തിരുവനന്തപുരത്ത് മജിസ്ട്രേറ്റ് ആയിട്ടിരുന്ന ആളാണ്. അദ്ദേഹം വളരെ ഷാർപ്പായിട്ട് അഭിപ്രായങ്ങൾ പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വിധിയിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ നാളെ തന്നെ, ഇപ്പോൾ മുഖ്യമന്ത്രി എല്ലാം മതിയാക്കിയിട്ട് ഹൈക്കോടതി എറണാകുളത്ത് വന്നിരിക്കുകയാണല്ലോ, നാളെ തന്നെ നിങ്ങൾക്ക് അപ്പീൽ പോകാം. പക്ഷേ കോടതി കണ്ടെത്തൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലേ, അസാധാരണ സന്ദർഭങ്ങളിൽ അസാധാരണ വിധി ഉണ്ടാകും. ഒരുപാട് വിധികൾ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ലീഗാലിറ്റിയൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇതിൻ്റെ ധാർമ്മികതയും ഇതിൻ്റെ രാഷ്ട്രീയമായുള്ള വശങ്ങളാണ് കോൺഗ്രസ് ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ, സർക്കാരിനെതിരെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളും കോടതിയിൽ മാത്രമല്ലല്ലോ, നിങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം തന്നെ കോടതിയിൽ മാത്രമല്ലല്ലോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അതിന് വേണ്ട രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാറുണ്ട്. വലിയ കോലാഹലങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടല്ലോ. ഇതുപോലെ അവർക്ക് ഒരു പ്രതിഷേധം ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് കാണിക്കാൻ സാധിക്കുക? അല്ല, ഞാൻ പറയുന്നത് ഒരിക്കലും BJP കോടതി വിധികളിൽ പ്രതിഷേധ പരിപാടികൾ ഞങ്ങൾ നടത്തിയതായിട്ട് എൻ്റെ അറിവില്ല, എൻ്റെ ഓർമ്മയിലും അങ്ങനെയില്ല. ഇനി രാജ്യ ശ്രദ്ധ എന്തെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ കോടതി വിധികൾ അപ്പീലുകൾ ഞങ്ങൾ വിമർശിക്കാറുണ്ട്. ലാലു ചോദിച്ച ഒരു കാര്യം ചെറിയ, കോൺഗ്രസ്സുകാർക്ക് ഇതല്ലാതെ എന്താ ചെയ്യാൻ കഴിയുന്നത്? അങ്ങനെയാണെങ്കിൽ ചെയ്തോട്ടെ, അങ്ങനെയാണെങ്കിൽ ചെയ്യുന്നതിൽ യാതൊരു അപാകത. കോൺഗ്രസ്സുകാർക്ക് ഇതല്ലാതെ ചെയ്യാൻ സാധിക്കും. ബഹുമാനപ്പെട്ട VM സുധീരൻ്റെ ധാർമ്മികത എവിടെ പോയി? കെ ബാബു രാജിവെച്ചത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയും കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞ് പിടിച്ചു നിന്നുകൊണ്ടിരുന്നു. അങ്ങനെ കെ ബാബു അന്ന് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് രാജിവെച്ചെങ്കിൽ ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഉച്ചവരെ മുതൽ ആ ധാർമ്മികത ഇല്ലല്ലോ. കെ ബാബു ആ വിധി കേട്ട ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു, മാധ്യമങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ വെക്കുന്നു, എൻ്റെ കയ്യിൽ വിധി പകർപ്പ് കിട്ടിയിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബാബുവിൻ്റെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച മുഖ്യമന്ത്രിയുടെ ധാർമ്മികതയെക്കുറിച്ച് എന്ത് പറയുന്നു? അതോടൊപ്പം തന്നെ ഇന്നലെ ശ്രീ KPCC ജനറൽ സെക്രട്ടറിയുടെ ടെലിഫോൺ സംഭാഷണം, ഒരു കേസിലെ പ്രതിയും സോളാർ കേസിലെ സാക്ഷിയുമായ സരിതയെ സ്വാധീനിക്കാൻ വേണ്ടി KPCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ രവി ശ്രമിച്ചു. അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. അദ്ദേഹത്തെ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നു. ഏകദേശം ഒരു 72 മണിക്കൂറാവാൻ പോകുന്നു. എവിടെ പോയി ബഹുമാനപ്പെട്ട ശ്രീ VM സുധീരൻ്റെ ധാർമ്മികത? ഞാൻ തിരിച്ചെത്താം. VM സുധീരൻ്റെ ധാർമ്മികതയാണ് പ്രതിപക്ഷം അന്വേഷിക്കുന്നത്. ശ്രീ PC ജോർജ്, ഈ അവസ്ഥയിൽ കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത് താങ്കൾ ഉൾപ്പെടുന്ന അട്ടിമറി സംഘം എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്നത്. ഒന്ന് ഉറക്ക ചിരിക്ക്, കേരളം മുഴുവൻ അറിയട്ടെ, എല്ലാവരും ഒന്ന് അറിയട്ടെ. ചിരിക്കല്ല, ഇതിനൊക്കെ മറുപടി അറിയിക്കുന്നുണ്ടോ? അതായത് എന്താണ്, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന സമ്പന്നൻ കോടാനുകോടി രൂപയുടെ സ്വത്ത് അടിച്ച് കൈക്കൂലി അഴിമതിയിലൂടെ സമ്പാദിച്ച് ഉണ്ടാക്കി വെച്ച സ്വത്ത്, ആ സ്വത്തിന്റെ മുകളിൽ മുഖ്യമന്ത്രി പദം എന്ന അധികാരം, ഭരണത്തിന്റെ അധികാരം, ഇതെല്ലാം കൂടെ കൊടുമുടി മുകളിലാണ്. എന്നെ ആരും ഒരു ചുക്കും ചെയ്യല, എന്നെ ഒരുത്തിനും ഒന്നും ചെയ്യാനില്ല എന്നുള്ള അഹങ്കാരമായി കോടതിയെപ്പോലും നിയമവ്യവസ്ഥയെപ്പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഭരിച്ചുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടി ഇന്നലെ സരിതി എന്ന ഒരു സഹോദരിയുടെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞപ്പോ നിലം പരിശായി, ബിഗ് സീറോ ആയി നിലത്തേക്ക് വീണു. മനസ്സിലായോ? നിലത്തേക്ക് വീണു. ആ വീണ് കിടക്കുമ്പോൾ മാനസിക രോഗിയെപ്പോലെ പുലമ്പും. ആ പുലമ്പലാണ് മുഖ്യമന്ത്രി കോഴിക്കോട്ട് നടത്തിയത്. അതുപോലെയാണ് മറ്റുള്ള കോൺഗ്രസ് നേതാക്കന്മാർ. ഞാൻ ചോദിക്കട്ടെ വളരെ വിനയത്തോടു കൂടി,
ഉമ്മൻചാണ്ടി ഇത്രമാത്രം അധികാരവും ചെങ്കോലും ഉള്ളവനാണ്. കോടാനുകോടി രൂപയുടെ സ്വത്ത് കൈവശം പിടിച്ചു പറിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ളവനാണ്. ഞാനൊരു പാവം, എന്റെ കയ്യിൽ അധികാരമുണ്ടോ? ആകപ്പാടെ ഒരു MLA സ്ഥാനം ഉണ്ടാകും, അതും കൂടെ ഈ ഉമ്മൻചാണ്ടി മാണിയും കൂടെ പിടിച്ചു പറിച്ചില്ലേ? പോട്ടെ, നമ്മുടെ സ്പീക്കർ, ഞാൻ പേര് പറയുന്നില്ല. എന്റെ കയ്യിൽ ആകെയുള്ള എന്താ ഇനി? എനിക്ക് ആകെ ജീവിതമാർക്കുന്നത് എന്റെ ഭൂമിയല്ലേ? അവിടെ റബ്ബറിന് വിലയില്ല, ഇത് 90 രൂപയാണ് റബ്ബറിന് വില. ജീവിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഞാൻ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? അപ്പൊ എന്റെ വിൽ പവർ വളരെ വലുതാ. ഞാൻ കയ്യിലൂടെ പറഞ്ഞേക്കാം, ഇത് ദൈവം തമ്പുരാന്റെ കളിയാണ്. കക്കുന്നതിന് കണക്കുണ്ട്. ഒരു വ്യവസായ സംരംഭവുമായിട്ട് കേരളത്തിൽ ഉമ്മൻചാണ്ടിയോ കോൺഗ്രസ്സുകാരോ ഇരിക്കുമ്പോൾ, കോൺഗ്രസ് എല്ലാ കോൺഗ്രസ്സുകാരെ കുറ്റം പറയുന്നില്ല, ഇരിക്കുമ്പോ കടന്നു വന്നാൽ ആ വ്യവസായ സംരംഭകയ്ക്ക് ഉണ്ടാകുന്ന ഗതികേടാണ് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടതെന്ന് എന്റെ PC ജോർജ്. പക്ഷേ താങ്കൾ ടി സിദ്ദിഖ് കുറച്ചു മുമ്പേ ഒരു ചാനലിൽ പറയുന്നത് കേട്ടതാണ്, ഇപ്പോൾ നമ്മുടെ ചർച്ചയിലും വരും. അദ്ദേഹം പറഞ്ഞത് PC ജോർജ് ടി സിദ്ദിഖിനോട് പറഞ്ഞു, ഞാനാണ് ഇതെല്ലാം ചെയ്തത്, എൻ്റെ ഗൂഢാലോചന തന്നെയാണ്, ഞാനിത് ചെയ്തിരിക്കുന്നു എന്ന് അഡ്മിറ്റ് ചെയ്തതായി അദ്ദേഹം പറയുന്നു. ആ സിദ്ദിഖിനെ പറ്റി ഞാൻ ഒരു അനിയനെ പോലെ കരുതുന്നതാ. എന്നെ പറ്റി വൃത്തികേട് പറഞ്ഞാൽ, ഞാൻ വല്ലതും പറഞ്ഞാൽ സിദ്ദിഖിന്റെ ഗതി എന്താണെന്ന് സിദ്ദിഖ് ഓർക്കുന്നത് നല്ലതാ. ഇന്നലെ ഞാൻ അങ്ങനെ ചുമ്മാ ബെടായി പറഞ്ഞു കിടക്കുന്ന ചെറ്റയല്ലല്ലോ. സിദ്ദിഖ് ഇന്നലെ എന്നെ വിളിച്ചു, ചേട്ടാ എന്നാ കൊണ്ട് വിശേഷം? അപ്പൊ അതിന് തൊട്ട് മുമ്പ് ഒരു ചാനലിൽ ഞാനും സിദ്ദിഖും വന്നിച്ചിരിക്കുകയാണ്. സിദ്ദിഖ് ചോദിച്ചു, ചേട്ടൻ ഇത് ചെയ്ത് ഭയങ്കര കടുത്തു പോയല്ലോ. ഞാൻ പറഞ്ഞു, ഞാനാന്ന് നിന്നോട് ആര് പറഞ്ഞേ? ഞാൻ പൂഞ്ഞാറ്റിന്നാ വിളിക്കുന്നത്, സുധീറിന്റെ കൂട്ടത്തിലാ. അത് എന്റെ നിയമമാണ്. ഞാൻ തിരുവനന്തപുരത്ത്, പുള്ളി എന്റെ പൂഞ്ഞാറ്റില്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ദൈവം തമ്പുരാൻ കൊടുക്കുന്നതാണ്, ഇതൊക്കെ ചേട്ടന് ഗൂഢാലോചന. നിനക്ക് അങ്ങനെ തോന്നി അങ്ങനെ തോന്നിക്കൂ, എനിക്കെന്നാ വിരോധം? ഞാൻ അങ്ങനെ എന്നിട്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു, അത് ടേപ്പ് ചെയ്തിട്ട് കൊടുക്കട്ടെ. ഒരു കാരണവശാലും ഒരാളോടും മോശമായി നുണ പറയണമെന്ന് ഞാൻ ഉപദേശിച്ചിട്ടില്ല, സരിതയോടും പറഞ്ഞിട്ടില്ല, പറയില്ല. വേറെ സാക്ഷികളോടും കള്ളസാക്ഷി പറയാൻ ഞാൻ പറയല. ആ പറഞ്ഞ് എന്നെപ്പറ്റി ശ്രദ്ധിക്കുന്നപ്പോഴുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞാൽ, ഇനിയും എന്നെപ്പറ്റി വൃത്തികൾ പറഞ്ഞാൽ മറ്റു പലതും കൂടെ ഞാൻ പറയേണ്ടി വരും. എനിക്ക് അങ്ങനെ കള്ളത്തരവും പിടിച്ചുപറിയൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, KPCC ജനറൽ സെക്രട്ടറിയാണ് തമ്പാനൂർ രവി സരിതയോട് സംസാരിച്ച് സരിത ടേപ്പ് ചെയ്ത് നമ്മുടെ ചാനലിൽ കൂടെ വന്നല്ലോ. ഇവ 72 മണിക്കൂർ കഴിഞ്ഞില്ലേ? എന്തുകൊണ്ട് അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടാൻ സുധീരനോ തമ്പാനൂർ രവിയോ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല? അതിന് PC മുഖത്തോട്ട് വന്ന് കയറുക എത്ര അപമാനകരമാണ്, നിങ്ങളൊന്ന് ആലോചിച്ച്. ഞാൻ എന്ത് ചെയ്തു? പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്. ഇന്ന് സരിത ഇന്ന് കമ്മീഷന് മുമ്പേ പറഞ്ഞു, PC ജോർജ് വിളിച്ചിരുന്നു, PC ജോർജ് എന്നെ വിളിച്ചിരുന്നു എന്ന് 2 കൊല്ലം മുമ്പ്. എന്തിന്? പെരുമ്പാവൂരെ കേസ് തീർത്തില്ല, നിന്നെ അറസ്റ്റ് ചെയ്യുന്ന എന്നെ ഭീഷണിപ്പെടുത്തി. ശരിയാണത്. പെരുമ്പാവൂര് കാശ് കരുത് കളിപ്പിച്ചോണ്ട് പോയി എന്ന് പറയുന്ന ആളാരാന്നറിയോ? ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന ഈ ഫോൺ ഇരിക്കുന്ന എന്റെ വീടിന്റെ തൊട്ട് പുറകിൽ താമസിക്കുക PMS എന്ന് പറയും, ബസ് ഓണറായിട്ടുള്ള തമ്പിക്കണ്ണ് എന്ന് പറയും. അദ്ദേഹം മരിച്ചുപോയി. അതൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകളുണ്ട്. ആ മകളുടെ കെട്ടിയ ഭർത്താവിന്റെ കയ്യിൽ നിന്നാണ് ഈ കാശ് കളിപ്പിച്ചത്. അവൻ കാശിന്റെ കാര്യത്തിൽ കോടതി അവിടെ പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്തിരിക്കുകയാണ്. ആ സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു, ഈ കേസിന്റെ കാര്യം അവ തന്നെയല്ല, ആ അവിടുത്തെ PMS തമ്പിക്കണ്ണന്റെ മകനുണ്ട്. മകൻ എന്റെ അടുത്ത് വന്നു പറഞ്ഞു, ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണം. ഞാൻ പറഞ്ഞിപ്പോ ഞാൻ അന്ന് ഗണേശനും സരിതയായിട്ടുള്ള തർക്കം നിൽക്കുന്നതുകൊണ്ട് ഞാൻ സരിതയെ പറ്റി ആര് സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ സരിതയെ വിളിച്ചു, ഇത് എന്റെ കുടുംബകാരിയല്ലേ, എന്റെ വീട്ടുകാരെ പോരാ. ഞാൻ അതുകൊണ്ട് പറഞ്ഞു, തമ്പിക്കണ്ണന്റെ കാര്യമാണ്, നീ നാളെ മര്യാദയ്ക്ക് ഇന്ന് കാശ് കൊടുക്കണം, ആ കാശ് കൊടുത്തിട്ട് നിന്നെ അറസ്റ്റ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞതാ. അത് ഇന്ന് ആ കുട്ടി കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്, സത്യസന്ധമാണ്. ഞാൻ വിളിച്ചതാണ്, അറസ്റ്റ് ചെയ്ത തലേദിവസമാണ്. ആ അറസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഇത് കേസ് വല്ലതും ഉണ്ടാവുക ഇല്ല. അന്ന് ഞാൻ പറഞ്ഞതനുസരിച്ച് ആ കാശ് കൊടുത്തിരുന്നെങ്കിൽ ഈ അറസ്റ്റ് ഉണ്ടാവില്ലായിരുന്നു. 1 ലക്ഷം കോടി രൂപയുടെ കൊള്ള കേരളത്തിൽ നടക്കുമായിരുന്നു. ദൈവം തമ്പുരാൻ ആ അറസ്റ്റ് ഉണ്ടാക്കി. അന്ന് അറസ്റ്റ് ചെയ്ത് വേറെ കൂടെ ചരിത്രം പറയാം. അറസ്റ്റ് ചെയ്ത് ഇവരുടെ ഇന്ന് ആ DYSP എല്ലാ റെക്കോർഡും എടുത്തതാ, പെൻഡ്രൈവ് ഉൾപ്പെടെ മുഴുവൻ എടുത്തതാണ്, ഇവരുടെ ഫോൺ എടുത്തതാണ്, മൊബൈൽ എടുത്തതാണ്. ഞാൻ ചോദിക്കട്ടെ, അത് എവിടെ പോയി? അന്ന് മന്ത്രി തിരുവഞ്ചൂരാകൃഷ്ണ മന്ത്രി, ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ കോൾ രജിസ്റ്റർ എവിടെ പോയി പറയണ്ടേ? ഒരു ജോസ് എന്ന് പറഞ്ഞ് ADGP കളഞ്ഞെന്ന് അവരെ സസ്പെൻഡ് ചെയ്യണ്ടേ? അങ്ങനെ കളഞ്ഞെങ്കിൽ ADGP അല്ല, ഇന്ത്യൻ പ്രസിഡന്റാണ് നടപടി സ്വീകരിക്കണ്ടേ?
എന്തെല്ലാം മര്യാദകളാണ് നടക്കുന്നത്. അതായത് ഉമ്മൻചാണ്ടിക്ക് കോൺഗ്രസിന്റെ ഒരു വിഭാഗം ആളുകളും ചേർന്നുകൊണ്ട് കേരളത്തിലെ നിയമവ്യവസ്ഥയെയും ആ ഭരണവ്യവസ്ഥയും എല്ലാം മലീമസമാക്കി. അതായത് ഏത് വാക്ക് ഉപയോഗിച്ച് പറഞ്ഞാലും തീരില്ല, അത്രമാത്രം മലീമസമാക്കിയിരിക്കുക. എന്നിട്ട് ഞാൻ കട്ടേച്ച് കള്ളം മുന്നോട്ടെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി ഇറങ്ങിയ നാണമുണ്ടോ? ഒരു മിനിറ്റ് ഈ അധികാരത്തിൽ ഇരിക്കാൻ അധികാരമുണ്ടോ? ഇറങ്ങിപ്പോവണ്ടേ? ഇറങ്ങിപ്പോ അത് കുത്തിയിരുന്നുകൊണ്ട് വൃത്തികേട് പറയുക. ശ്രീ PC ജോർജ്, ഇതിനകത്ത് ഒരു അട്ടിമറി ആണല്ലോ ഇപ്പോൾ ആക്ഷേപിക്കുന്നത്. ടി സിദ്ദിഖിനെ പോലുള്ളവർക്ക് വന്ന് പ്രതിരോധിക്കാനുള്ളത് ബാർ കോഴയിൽ ബാർ മുതലാളിമാർ, സരിത, ഇടതുപക്ഷം, PC ജോർജ് ഇവരൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയതെന്ന്. ഇന്നിപ്പോൾ ആ കൂട്ടത്തിലേക്ക് കോടതിയെയും കൂടി, തൃശ്ശൂർ വിജിലൻസ് കോടതി ജഡ്ജിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് ശവമഞ്ചം കൊണ്ടുപോയിട്ടാണ് അവിടെ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ വളർന്നിരിക്കുന്നത്. ഗൂഢാലോചന എല്ലാവരും കൂടി ചേർന്ന് ഇതിനെ എങ്ങനെയാണ് മറുപടി കൊടുക്കുക താങ്കൾ? സഖാവ് പിണറായി വിജയൻ എന്ന വ്യക്തിയെ ഞാൻ കാണുകയോ മിണ്ടുകയോ ചെയ്തിട്ട് ഒരു മാസമല്ല, ഞാൻ AKG സെന്ററിൽ പോയി അത്ര നാൾ മുമ്പാണ് കണ്ടത്. അദ്ദേഹം ഒരു 10-27 മിനിറ്റ് അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. കോടിയേനെ ഞാൻ കണ്ട് ഇന്നലെ 2:30 മണി കഴിഞ്ഞ, 2:30 3:30-4 മണി കഴിഞ്ഞ 4 മണി കോടിയേനെ കാണുമ്പോൾ ഞാൻ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ ആരോടും ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല. ഞാൻ ഏറ്റവും അടുപ്പമുള്ള കോട്ടയം ജില്ലയിലുള്ള പാർട്ടി സെക്രട്ടറി വാസവനോട് ചോദിക്കാമല്ലോ, ഞാൻ ഈ കാര്യം ഈ ചെറുതര കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കെന്ത് കാര്യം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ UDFനെ തകർക്കാൻ ഇറങ്ങിയവനല്ല, രക്ഷിക്കാൻ വന്നവനാണ്. ഞാൻ UDFന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈയിനം വൃത്തികേടുകൾ നടക്കുന്നു. സരിത കേസ് മാത്രമല്ല, ബാർ ഇടപാടിൽ കൊള്ള നടത്തുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേതൃത്വത്തിലാണ്, എനിക്കറിയാം. അത് ഞാൻ സുധീറിന്റെയും രമേശ് ചെന്നിത്തലയും മിന്നെ വെച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. നിഷേധിക്കട്ടെ, KM മാണി എന്നോട് തുറന്നു സമ്മതിച്ചിട്ടുണ്ടല്ലോ കാശിന്റെ കാര്യം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ കാര്യങ്ങൾ വളരെ വിശദമായി പറയേണ്ടവരോട് മാത്രം പറഞ്ഞ് എല്ലാം ഉള്ളിലൊതുക്കി നിൽക്കുകയായിരുന്നു. ഞാൻ പുറത്തൊന്നും പറഞ്ഞില്ല. ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിയെന്നറിഞ്ഞപ്പോൾ മുതൽ ഉമ്മൻചാണ്ടിക്ക് എന്നെ കൊല്ലണം. അതിന് ഓരോ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ മലന്ന് കിടന്ന് തുപ്പി. ഞാൻ ആരെ തുപ്പി? മലന്ന് കിടന്ന് തുപ്പി എന്നൊക്കെ വൃത്തികേട് പറഞ്ഞ് VC പ്രതിസ്ഥാനത്ത് കൊണ്ടുവരിക. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യം എന്താ? ഭരണകക്ഷികളെ ജീവിപ്പായിട്ട് നടക്കുന്ന എന്നെ മോശമാക്കാൻ അവർ ഇറങ്ങിത്തിരിക്കുന്നു. അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? കാരണം ഭരണകക്ഷിക്കെതിരെ അറ്റാക്കുമായിട്ട് നടക്കുന്ന പ്രതിപക്ഷം എനിക്കെതിരായിട്ട് ആക്രമണം നടത്തി, എന്നെ റോഡിലിറങ്ങാതെ പിള്ളേർ കല്ലെടുത്തെറിഞ്ഞു. അങ്ങനെ എത്രയോ സംഭവവികാസം ഉണ്ടായി. എന്നെ രക്ഷിക്കാൻ ആരും വന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് വേദനിക്കുന്ന അനുഭവം, DYFIക്കാരുടെ ഏറ് കൊണ്ട് നടക്കുന്ന എനിക്കിട്ട് തൊടുപുഴ വെച്ച് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഓടിച്ചിട്ടെറിഞ്ഞു. ദൈവത്തിന് അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ഒന്ന് ആലോചിച്ച്. ഇതെല്ലാം അനുഭവിച്ചു പോയിട്ടും ഞാൻ കോൺഗ്രസിനെതിരായിട്ടൊന്നും മിണ്ടിയില്ല, മാണിക്കെതിരായിട്ട് മിണ്ടിയില്ല. എന്റെ വികാരം, ഈ കൊള്ളകളും പിടിച്ചുപറിയും നടക്കുമ്പോഴും നമ്മുടെ കസ്തൂരിരംഗൻ റിപ്പോർട്ട് വരിക. ഒന്ന് ആലോചിക്കണം. കാർഷിക മേഖല തകരുകയാണ്. റബ്ബർ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞാൽ മാണിയും മകനും ജനങ്ങളെ അടിമേടിക്കും. അതിലേക്ക് ഞാൻ കഴിഞ്ഞ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏലത്തിന് വരിക, ഇടുക്കിയിലെ കൃഷിക്കാരൻ പട്ടയം കൊടുക്കുകയില്ല. എന്റെ നിയോജക മണ്ഡലത്തിലെ ഏഞ്ചൽ വാലി ഉൾപ്പെടെയുള്ള മേഖലയിൽ പട്ടയം, അത് അതിലേക്ക് വരാം ശ്രീ PC ജോർജ്. പക്ഷേ അതിന് മുമ്പ് ഇന്നിപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത്, ഇന്ന് വെളുപ്പാങ്കാലത്ത് മുതൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിലാണ്. അദ്ദേഹം ഇന്ന് ആദ്യം പറഞ്ഞത് താങ്കളുടെ പേരാണ്, ആരോപണങ്ങൾക്ക് പിന്നിലൊക്കെ PC ജോർജ് ആണെന്നാണ്. അതിനുശേഷമാണ് മദ്യമുതലാളിമാരെയൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് വെച്ചത്. UDFന്റെ തെരഞ്ഞെടുപ്പ് പരാജയമാണ് താങ്കളുടെ വലിയ ലക്ഷ്യവും എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ചർച്ച ഇന്നത്തെ ദിവസം മുഴുവൻ വഴിതെറ്റിപ്പോകുന്നതിന് കാരണം സരിത ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നതിനപ്പുറം ഈ ഗൂഢാലോചന എന്ന ചർച്ചയിലേക്കാണ് കാര്യങ്ങൾ വഴിതെറ്റിപ്പോകുന്നത് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇന്ന് ചർച്ച ചെയ്യേണ്ടത് എന്താണ്? അങ്ങനൊന്നും വഴിതെറ്റിപ്പോക്ക് നടക്കുകയില്ല. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് VC പറഞ്ഞതിനെ അറിയാം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഇന്ന് വരെ, ഞാൻ ബഹുമാനത്തോട് വേണ്ടേ ഉമ്മൻചാണ്ടിക്ക് പ്രതിപക്ഷത്തെ കാണാൻ? എനിക്കൊരു അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരെ നിയമസഭയ്ക്ക് അകത്തോ പുറത്തോ സരിതയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാരോപണവും ഉന്നയിക്കാൻ ഇടതുപക്ഷം തയ്യാറായിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ അടിയന്തര പ്രമേയത്തിൽ പോലും നമ്മുടെ ഇടതുപക്ഷ നേതാക്കന്മാരും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും CPIയുടെയും നേതാക്കന്മാർ, അതുപോലെ ജനത, നമ്മുടെ മാത്യു ടി തോമസ് ഉൾപ്പെടെ പ്രമേയം അവതരിപ്പിക്കുമ്പോഴും സുനിൽകുമാർ സംസാരിക്കുമ്പോഴും
ഉമ്മൻചാണ്ടിയെ ഡയറക്റ്റായി കുറ്റക്കാരനായി ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആ ഉമ്മൻചാണ്ടി പിന്നെ അവരുടെ ഗൂഢാലോചന ഉണ്ടെന്ന് എന്തിനാ പറയുന്നത്? പക്ഷെ ബാറിടപാടിൽ ഉമ്മൻചാണ്ടിക്ക് പങ്കുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം എന്താ? ഉമ്മൻചാണ്ടി അറിഞ്ഞിട്ടാ മുഴുവൻ നടന്നത്. അവര് വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ, ബാർ നയം, മദ്യനയം എന്താണെന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിൽ ഞങ്ങളാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കുന്ന CPM-ന്റെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയൻ പറഞ്ഞില്ലേ? പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞല്ലോ, എലക്ഷൻ കഴിഞ്ഞാണ് ഞങ്ങൾ തീരുമാനിക്കും. എന്റെ അഭിപ്രായം ആരും ചോദിച്ചില്ല, അതുകൊണ്ടാണ് പറയാത്തത്. എന്റെ അഭിപ്രായം ചോദിച്ചാൽ ഞാൻ ഇന്നലെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അവിടെ രണ്ട് സമരം നടത്തി. ഒന്നേതാണെന്നറിയാം, ചാരായ തൊഴിലാളികൾ. ആന്റണി എന്ന് പറയുന്ന മാന്യനായ വ്യക്തി ചാരായി നിരോധിച്ചോ പാവപ്പെട്ട തൊഴിലാളികൾ എത്ര ആത്മഹത്യ ചെയ്തു. ഇപ്പോഴും 4000-ഓളം തൊഴിലാളികൾ പുനരധിഷ്ഠിക്കാതെ കിടക്കുകയാണ്. കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നിട്ട് പോലും ഉമ്മൻചാണ്ടി അതിട്ട് തമാശ കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ തമാശ കളിക്കാൻ പറ്റില്ല. ഇന്നലെ അതാണ് സെക്രട്ടറിയുടെ മുമ്പിൽ ഒരു സത്യാഗ്രഹം. മനസ്സിലായില്ലേ? ആ തൊഴിലാളി പാവങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടത് ചെയ്യാതെ വൃത്തികേട് നടത്തിക്കൊണ്ട് നടന്നിട്ട് പ്രതിപക്ഷത്തെ മോശമാക്കാൻ ഇവിടെ പത്രങ്ങളെ കിട്ടും എനിക്കറിയാം. കാരണം UDF പത്രമുണ്ട്, നിഷ്പക്ഷ പത്രമുണ്ട്. ഈ മോശം കാര്യങ്ങളൊക്കെ എത്ര കാലമായി തുടങ്ങിയിട്ട് ശ്രീ PC ജോർജ്, താങ്കൾ ആ പാളയത്തിൽ ഉണ്ടായിരുന്ന അവിടുത്തെ ചീഫ് വിപ്പ് ആയിരുന്ന കാലഘട്ടത്തിൽ താങ്കൾക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ശെൽവരാജിനെ മാറ്റിക്കൊണ്ടുപോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അവിടെ ആ കാലഘട്ടത്തിൽ താങ്കൾക്ക് ഇപ്പോൾ ഓർമ്മ വരുന്ന ചില കാര്യങ്ങൾ, അതായത് ഇന്ന് സരിത ഓർമ്മിച്ചെടുത്ത ചില കാര്യങ്ങളുണ്ട്. തമ്പാനൂർ രവി, ബെന്നി ബെഹനാൻ എന്നിവർ സരിതയുമായി നിരന്തരം ഫോൺ ചെയ്യുന്നവരാണ്, മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധപ്പെട്ടവരാണ്. സരിതയുടെ അമ്മയുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ട് ഈ കേസ് അട്ടിമറിക്കുന്നതിന് ശ്രമിച്ചു എന്ന് സരിത ഇന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ 2 KPCC നേതാക്കളാണ്, ഒരാൾ MLA-യും. താങ്കൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ ഇടതുപാളയത്തിൽ നിന്ന് ചിലരെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഉൾപ്പെടെ പങ്കാളിയായിട്ടുള്ള ഒരാൾ കൂടിയാണ് ഈ പറഞ്ഞ പേരിൽ ഒരാൾ. ചിലപ്പോൾ 2 പേരും, എനിക്കറിയില്ല, താങ്കൾക്കാണ് കൂടുതൽ അറിയുക. ഇങ്ങനെയുള്ള പരിപാടികളാണോ താങ്കളിപ്പോൾ പറഞ്ഞതുപോലെയുള്ള പഴയ കാലഘട്ടത്തിൽ തൊട്ട് ഇങ്ങോട്ട് ചില ആനുകൂല്യങ്ങൾ കിട്ടാനായി സമരം ചെയ്യുന്ന ആളുകൾ സെക്രട്ടേറിയറ്റിൻ്റെ നടയിലുള്ളപ്പോൾ അവരെ ശ്രദ്ധിക്കാതെ നടക്കുന്നത് ഇത്തരം കാര്യങ്ങളാണോ അന്നു മുതൽ? ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം UDF-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2009 എന്നെ പുറത്താക്കി. എന്നെ എന്ന് പറയുന്നത് എൻ്റെ പാർട്ടി സെക്യുലറിനെ. അത് ഞങ്ങൾക്ക് വളരെയധികം വേദനയുണ്ടാക്കിയ സംഭവമാണ്. ഞങ്ങളൊരു തെറ്റും ചെയ്തില്ല, ഇടതുപക്ഷ വിരുദ്ധവും ഞങ്ങൾ ചെയ്തില്ല. അങ്ങനെ പുറത്താക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആണ് ഉമ്മൻചാണ്ടി സഹായവുമായിട്ട് കടന്നു വന്നത്. സ്വാഭാവികമായി ഉമ്മൻചാണ്ടിയോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോയി, വളരെ നല്ല ബന്ധത്തിൽ പോയി. ഉമ്മൻചാണ്ടി വളരെ ആത്മാർത്ഥമായ സഹകരണമായിരുന്നു. അതിലൊക്കെ കൂടുതലായിട്ട് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ ആത്മാർത്ഥമായി കാണിച്ചു. രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് നിലനിന്നു. ആ നല്ല ബന്ധവും നല്ല സഹകരണം കൊണ്ട് ഞങ്ങൾ UDF-ന്റെ ഭാഗമായി മാറി. പക്ഷേ UDF-ന്റെ ഭാഗമായി മാറിയെങ്കിൽ ഒരു സ്ഥാനവും ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇപ്പോൾ ഈ പറയുന്ന ഉമ്മൻചാണ്ടിയോട് ചോദിച്ചോളൂ, എനിക്കൊരു സ്ഥാനം വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ മാണി, ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടിയും കൂടി എന്റെ തലയെ കൊണ്ട് കയറ്റതാണ് ഈ ചീഫ് സ്ഥാനം. അല്ലാതെ ഞാൻ ചോദിച്ചതല്ല, ദൈവം സാക്ഷി ചോദിച്ചില്ല, ഒന്നും വേണ്ട, ഞാൻ നിയമസഭ പുറകിരിക്കുക, എനിക്കൊരു നാണക്കേടുമില്ലെന്ന് പറഞ്ഞ ആളാ ഞാൻ. പക്ഷെ ഞാൻ ഏറ്റെടുത്ത സ്ഥാനം അത് സത്യസന്ധമായി വിവരിക്കാൻ ഞാൻ ബാധ്യസ്ഥരാണ്. എന്നോട് UDF-ന്റെ നേതൃത്വത്തിലുള്ള ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ ഉള്ളവർ ഇന്ന് MLA നമ്മളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു, അവരുമായി ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഡ്യൂട്ടിയാണ്. കാരണം ഞാൻ ചീഫ് വിപ്പാണ്, ഗവൺമെന്റ് ചീഫ് വിപ്പ് എന്ന നിലയിൽ അവരുമായി ചർച്ച ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ചർച്ച ചെയ്യാൻ പോകണമെന്ന് ഞങ്ങളോട് പറയാൻ പറ്റുമോ എനിക്ക്? അത് വളരെ വ്യക്തമായിട്ട് KPCC പ്രസിഡന്റും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഉമ്മൻചാണ്ടിയും നേരിട്ട് എന്നോട് ആവശ്യപ്പെട്ട് ചെയ്യാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ശെൽവരാജുമായിട്ട് ചർച്ച ചെയ്തത്. ആ ചർച്ച ചെയ്ത് ഞാനൊരു കാര്യത്തിൽ ഇടപെട്ടാൽ 100% സത്യസന്ധമായി ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അന്ന് ശെൽവരാജിനെ രക്ഷിച്ചത് നമ്മുടെ VST ഇപ്പോഴെ ചെയർമാൻ വിഷ്ണുപുരമാണ്. ആ വിഷ്ണുപുരം എന്നോട് തർക്കം പറഞ്ഞതാണ്, വിശ്വസിക്കാൻ കൊള്ളുക ശെൽവരാജിനെ, ആളെ രക്ഷിക്കണോ? ഞാൻ പറഞ്ഞു പാടില്ല, UDF നേതാക്കന്മാർ വാക്ക് പറഞ്ഞിരിക്കുകയാണ്, ചെയ്തേ പറ്റൂ. അങ്ങനെ വിഷ്ണുപുരം ചെന്നതുകൊണ്ടാണ് അന്ന് ശെൽവരാജ് തൊഴി മേടിക്കാതെ രക്ഷപ്പെട്ടത്. ശെൽവരാജ് ഇതൊക്കെ മറന്നു. ശെൽവരാജിനെ മറന്നെങ്കിലും ഞാൻ എൻ്റെ മനസാക്ഷി പോട്ടെ, എൻ്റെ മര്യാദ കൊണ്ട് ബാക്കി ചില വിവരങ്ങൾ ഞാൻ കുറച്ച് റിസർവ് ചെയ്യുന്നുണ്ട്. അതിന് വിശദാംശങ്ങൾ എന്നോട് ചോദിച്ചാൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയാത്ത കാര്യം ഇപ്പോൾ തുറന്നു പറയുന്നു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അതോടൊപ്പം നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂടി ആലോചിച്ച് മുഖ്യമന്ത്രിയുടെ പുറത്തെ ഓഫീസിന്റെ പുറത്ത് അകത്തുള്ള കൊച്ചുമുറിയിൽ നിന്ന് ആലോചിച്ചിട്ടാണ്
സെലവനായതിന്റെ കാര്യം തീരുമാനിച്ചു. അതുപോലെ തന്നെയാണോ സരിതയുടെ കാര്യത്തിലും താങ്കൾ ഇടപെടുന്നത്? ഇങ്ങനെയുള്ള അല്ല, പറയാം. സരിതയുടെ കാര്യം ഇച്ചിരൊക്കെ അധികം അറിയാം. ഒരു ദിവസം ഞാൻ കണ്ടിട്ടില്ല. ഒരു ദിവസം ഈരാറ്റുപേട്ട എന്നെ ഫോണിൽ വിളിച്ച് സൗരോർജ്ജ പാനൽ വേണം, അത് ഇവിടെ വെക്കാനാണ്, സഹകരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കോട്ടയത്താണ്, ഞാൻ കോട്ടയത്ത് വരുന്നത്, അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു. അവിടെ വലിയൊരു യോഗം നടക്കുകയായിരുന്നു, ഒരു കുടുംബ സംഗമം. നമ്മുടെ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ ഇത് ആ പേര് മറന്നു, നമ്മുടെ ഈ ഹോട്ടലിന് പകരം കല്യാണത്തിനൊക്കെ പാർട്ടി ഒരുക്കുന്നവരുടെ ഒരു പ്രോഗ്രാമാണ്, ജില്ലാ സമ്മേളനമാണ്. അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു. ഞാൻ 12 പറഞ്ഞ് ചെന്നപ്പോൾ 2:30 അപ്പൊ ഞാൻ ചെല്ലുമ്പം ഈ സ്ത്രീയാണെന്ന് അറിയത്തില്ല, ഈ സ്ത്രീയും വേറെ 2 ആണുങ്ങളും കൂട്ടത്തിലുണ്ട്. ഞാൻ ചോറുണ്ണാനായിട്ട് ഓപ്പൺ എയറിൽ ഇരുന്ന് അവിടെ നിന്ന് ഉണ്ടോളാന്ന് പറഞ്ഞു. ഞാൻ അവരെ വിളിച്ചു, അവർ വന്നില്ല. ഊണ് കഴിഞ്ഞേറ്റ് ചെന്ന് ഇവരെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വരൂ, എന്റെ നാട്ടിൽ സൗരോർജ്ജ പാനൽ വെക്കാൻ എന്നാ സഹായം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചത് നല്ല പരിപാടിയാണെന്നുള്ളത് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് കഴിഞ്ഞ് അവൻ എന്നെ സമീപിച്ചില്ല. ശ്രീ ടി സി ജോർജ്, ദയവായി ഒരു മിനിറ്റ്, ഞാൻ അതിലേക്ക് തിരിച്ചെത്താം. ടി സിദ്ദിഖ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ടി സിദ്ദിഖ്, പി സി ജോർജ് താങ്കളോട് സമ്മതിച്ചു എന്ന് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിനോട് താങ്കൾക്ക് ഇപ്പോൾ ഈ തത്സമയ ചർച്ചയിൽ പറയാൻ തയ്യാറുണ്ടോ? ഇല്ല, എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ തമ്മിൽ സൗഹൃദ ബന്ധമുണ്ട്, ഞങ്ങൾ രാഷ്ട്രീയം സംസാരിക്കാറുണ്ട്. അതേ സന്ദർഭത്തിൽ തന്നെ പറഞ്ഞതായിരിക്കുന്ന ചില കാര്യങ്ങൾ പി സി ജോർജ് മാറ്റി പറയില്ല എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ പേഴ്സണലായിട്ട് നടക്കുന്ന ചർച്ചകൾ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരണോ വേണ്ടയോ എന്നുള്ളതാണ് ഒരു കാര്യം. ഇതിലൊന്ന്, ഞാൻ ഒരു കാര്യം നേരത്തെ വളരെ കൃത്യമായി പറഞ്ഞു. ബഹുമാന്യനായ ശ്രീ പി സി ജോർജ് നിരവധി തവണ ശ്രീ സരിതാ നായരുടെ വക്കീലിനെയും അതുപോലെ സരിതയെയും ഒക്കെ നിരന്തരം കോണ്ടാക്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം തന്നെ പല ഡിബേറ്റുകളിലും അത് സമ്മതിച്ചിട്ടുണ്ട്. ഇതിന്റെ പറഞ്ഞോളൂ സിദ്ദിഖ് എന്നെ വിശ്വസിച്ചോളൂ. സിദ്ദിഖ് മാത്രമല്ല, കൈരളി ചാനൽ കാണുന്ന ജനം മുഴുവൻ അറിയട്ടെ, സരിതയുടെ വക്കീൽ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഇന്ന് വരെ ഫോണിൽ വിളിച്ചിട്ടില്ല എന്നല്ല, എന്നെ വിളിച്ചിട്ടുമില്ല, ഞാൻ സംസാരിച്ചിട്ടില്ല. തെറ്റാണ് സിദ്ദിഖ് പറയുന്നത്. സിദ്ദിഖ് അത് പറയരുത്. ഞാൻ ഇന്ന് വരെ ഈ നിമിഷം വരെ സംസാരിച്ചിട്ടില്ല. അണ്ണാ, അങ്ങനെ നിങ്ങൾ പറയരുത്. ഈ ബ്രേക്കിംഗ് വന്ന അന്നേ ദിവസം ഉച്ചയ്ക്ക് റിപ്പോർട്ടർ ചാനലിൽ നടന്നതായിരിക്കുന്ന ഡിബേറ്റിലാണ് അണ്ണൻ ഈ കാര്യം പറഞ്ഞത്. ഞാൻ അതിനു മുമ്പാണ് ഈ കാര്യം സംസാരിച്ചത്. രണ്ടാമത്തെ കാര്യം ഇതിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരന്മാരിൽ ഒരാൾ പി സി ജോർജ് ആണ് എന്നുള്ളതായ കാര്യം വളരെ പ്രബലമാണ്. അതിൽ നിർണായക പങ്കാളിത്തം നിങ്ങൾ വഹിച്ചു എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്കതിന് കാരണമുണ്ടാകും. ഈ മുന്നണിയിൽ നിന്ന് നിങ്ങൾ പോകേണ്ടതായ സാഹചര്യം വന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെതായിരിക്കുന്ന താല്പര്യങ്ങൾ, അജണ്ടകൾ ഈ കാര്യത്തിൽ ഉണ്ടാകും. രാഷ്ട്രീയമായി കാണുന്നു. ടി സിദ്ദിഖ്, അതായത് ടി സിദ്ദിഖ് പറഞ്ഞു വരുന്നത് പി സി ജോർജ് ആണ് ഇന്നിപ്പോ മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു കോടതി വിധി ഉൾപ്പെടെയുള്ള ഒരു വലിയ പ്രതിസന്ധിക്ക്, ഭരണപക്ഷത്തുണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധിക്ക് കാരണം പി സി ജോർജ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹം ഈ അട്ടിമറി ഉണ്ടാക്കി എന്നാണ് പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞത് പി സി ജോർജ് എന്നുള്ളതായിരിക്കുന്ന ഒരു വ്യക്തി മാത്രം എന്നല്ല ഞാൻ പറഞ്ഞത്. എന്തിനാ നിങ്ങൾ CPM-നെ തള്ളിക്കളയുന്നത്? അല്ല, പി സി ജോർജിന്റെ റോൾ എന്താണ്? പി സി ജോർജിന്റെ റോൾ എന്താണ്? ടി സിദ്ദിഖ് പറയട്ടെ. മദ്യനയം പുനരവലോകനം ചെയ്യാം എന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞല്ലോ. ഇവിടെ ഇന്ന് സരിത പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഡെലിബറേഷൻ എന്താ സരിത പറഞ്ഞത്? PC വിഷ്ണുനാഥ് സോളാർ പാനൽ ചെങ്ങന്നൂരിൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിച്ചതായിരിക്കുന്ന കത്തുണ്ട് എന്ന് സരിത പറഞ്ഞിരിക്കുക. വിഷ്ണു നിഷേധിച്ചല്ലോ, കത്തുണ്ടെങ്കിൽ ഹാജരാക്കട്ടെ എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഒരു കാര്യം വളരെ കൃത്യമാണ്, എല്ലാ കേസും മുഖ്യമന്ത്രിയിലേക്ക് അടുപ്പിക്കുക. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഞാൻ ജയിലിൽ വെച്ച് അമ്മയോട് സംസാരിച്ചു, മുഖ്യമന്ത്രി വിഷ്ണുവിനോട് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിച്ച് വിഷ്ണു കത്തെഴുതി, മുഖ്യമന്ത്രി അവിടെ പൈസ വാങ്ങി. ഇതെല്ലാം മുഖ്യമന്ത്രിയാ. ഒരാഴ്ച വരെ സരിതക്ക് പിതൃതുല്യൻ. ഇപ്പൊ ഇത്രയും വലിയ കുഴപ്പം ചെയ്തതായിരിക്കുന്ന മുഖ്യമന്ത്രി പിതൃതുല്യൻ എന്ന് ഏതെങ്കിലും ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാള് പറയൂലാലെ? ഒരാള് പറയോ? ഇതിന്റെയൊക്കെ പിറകിൽ നടന്നിട്ടുള്ള ഓപ്പറേഷൻ അല്ല, അതിന് കാരണം സരിത തന്നെ ടി സിദ്ദിഖ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് എന്ത് കാരണത്താലാണ് പിതൃതുല്യൻ എന്ന് പറഞ്ഞു. ഞാനിപ്പോ ചോദിച്ചത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പി സി ജോർജ് ആണോ മുഖ്യമന്ത്രിയിലേക്ക് ഇങ്ങനെ അടുപ്പിക്കുന്നത്, കാര്യങ്ങളെല്ലാം സരിതയെ കൊണ്ട് പറയിക്കുന്നത്?
ഞാൻ പി സി ജോർജ് മാത്രം എന്നുള്ളതല്ല പറയുന്നത്. പി സി ജോർജ് താങ്കളോട് എന്താണ് അങ്ങനെ സമ്മതിച്ചു എന്നാണ് താങ്കൾ നേരത്തെ ഒരു ചാനലിൽ പറഞ്ഞത്. അങ്ങനെ താങ്കളോടുള്ള സൗഹൃദ സംഭാഷണത്തിൽ പി സി ജോർജ് പറഞ്ഞു. ഞാൻ സൗഹൃദ സംഭാഷണത്തിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പുറത്ത് ഒരിക്കലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പക്ഷെ ഒരു കാര്യം പറയുന്നു, ബഹുമാന്യനായ പി സി ജോർജ് റിപ്പോർട്ടർ ചാനലിൽ ഞാൻ വിളിച്ചിട്ടുണ്ട്, ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി സംസാരിച്ചിട്ടുണ്ട്. ഞാനത് നേരിട്ട് ലൈവ് ടെലികാസ്റ്റ് ഞാൻ പറയാം. സദ്യക്ക് പറഞ്ഞു ഇപ്പൊ പറഞ്ഞതിനകത്ത് സത്യ സിദ്ദിഖ് ഇന്നലെ എന്നെ വിളിച്ചു. എന്താണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത്, തമാശ, ഞങ്ങളെ ഫ്രണ്ട്ലി ടോക്കാണ്. എൻ്റെ ഒരു അനിയനായിട്ട് അദ്ദേഹത്തെ ഞാൻ കാണുന്നത്, ഒളിച്ചൊന്നും വെക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാണ്, സരിതയായിട്ട് ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞു. അത് സത്യമാണ്, ഞാൻ ഇതുവരെ നിഷേധിച്ചിട്ടില്ലല്ലോ. സരിതയായിട്ട് സംസാരിച്ചപ്പോ തമ്പാനൂർ രവി പറഞ്ഞ പോലെ നുണ പറയണമെന്നല്ല പറഞ്ഞേ. മോളെ, നിനക്കുണ്ടായിരിക്കുന്ന വേദന സത്യസന്ധമായി നീ കോടതിയിൽ പറയണം, കമ്മീഷനിൽ പറയണം, ഒരു കളവും പറയരുത്, ദൈവശിക്ഷ ഏറ്റുവാങ്ങരുത് എന്ന് ഞാൻ പറഞ്ഞ തെറ്റാണോ? ഇനി അത് തന്നെ പറയുന്നു. ഇപ്പോഴും സരിതയോട് എന്റെ അപേക്ഷ, മുഴുവൻ കാര്യം ജനങ്ങളോട് പറയണം, കോടതിയിലും പറയണം, സത്യം അറിയട്ടെ, അതല്ലാതെ ഒന്നും ഒളിച്ചു വെക്കരുതെന്ന്. അല്ലാതെ തമ്പാനൂർ രവി പറഞ്ഞു, ഇതാ ഞാൻ സിദ്ദിഖിനോട് പറഞ്ഞതാ, ഇത് ഞാൻ ചാനൽ ചർച്ചയിലും പറഞ്ഞതാ. പക്ഷെ ദൈവം സാക്ഷി, ഞാൻ നിങ്ങളോട് എല്ലാവരോടും ലോകത്തോട് പറയുന്നു, സരിതയുടെ വക്കീല് ആരാണെന്ന് എനിക്കറിയില്ല. പഴയ വക്കീലുണ്ട്, അയാളോട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ കമ്മീഷനിലെ വക്കീൽ ആരാന്ന് എനിക്കറിയില്ല. ആ വക്കീലിനോട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഇത് സത്യമാണ്. ശ്രീ സിദ്ദിഖ്, അത് ഒരു ഭാഗത്ത് അവിടെ നിൽക്കട്ടെ. ഇന്നിപ്പോ ഉണ്ടായിരിക്കുന്നത് എന്താണ്? ഒരു കാര്യം പ്രിയപ്പെട്ട ശ്രീ പി സി ജോർജ് നേരത്തെ പറഞ്ഞത് ഞാൻ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം ബഹുമാന്യനായ പി സി ജോർജ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, സത്യം പറയാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. തമ്പാനൂർ രവി ജയരാജൻ 10 കോടി കൊടുക്കാം എന്ന് പറഞ്ഞതുപോലെ 1 കോടിയും ഓഫർ ചെയ്തിട്ടുള്ള സംസാരമല്ല. മുഖ്യമന്ത്രി സത്യം പറഞ്ഞതുപോലെ പറയണം എന്നുള്ളതാണ് തമ്പാനൂർ രവി പറഞ്ഞതിന്റെ മറ്റൊരു ഉദ്ദേശം. സിദ്ദിഖിന്റെ ആത്മാവിന് കുളം കെട്ടട്ടെ, ഞാനൊന്നും പറയുന്നില്ല. സിദ്ദിഖ് ആ 10 കോടി പറഞ്ഞതിന്റെ ടേപ്പ് കൂടി ഒന്ന് പുറത്ത് കൊണ്ടുപോവാ. ഞാൻ നിങ്ങളുടെ കൂടെ കൂടാന്നേ. അല്ല, ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാലോ. ഒരാഴ്ച മുമ്പ് തുല്യൻ, ഇപ്പൊ ഇത്രയും വലിയ കുഴപ്പം ചെയ്ത ആളാണ് മുഖ്യമന്ത്രി എങ്കിൽ ഒരു മനുഷ്യന് ബുദ്ധി ഉണ്ടെങ്കിൽ അവർ അദ്ദേഹത്തെ പിതൃതുല്യം എന്ന് പറയും. ശരി, ഇപ്പൊ അതിനപ്പുറമായി കാര്യങ്ങൾ ടി സിദ്ദിഖ്, അതല്ല, ഇന്നിപ്പോ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. FIR ഇട്ട് കേസ് എടുക്കണം എന്നാണ് വിധി. ഇത് മാനിക്കണ്ടേ ഒരു ഭരണകൂടം? ഒന്ന്, ഈ കേസ് എന്തുകൊണ്ട് സംഭവിച്ചു? ഞാൻ ഓരോന്ന്, എനിക്ക് ലാൽ സമയം തന്നാൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ കേസിന്റെ അടിസ്ഥാന സ്വഭാവം നിങ്ങൾ പരിശോധിക്കണം. ഒന്ന്, ഒരു വെള്ളക്കടലാസിൽ ഒരാൾ പോയി പരാതി കൊടുക്കുന്നു. ഒരു പൊതുപ്രവർത്തകനെതിരെ FIR ഇടണമെങ്കിൽ വളരെ കൃത്യമായി തന്നെ ലളിതകുമാരി കേസിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കണം, ഒരു QVO പ്രിലിമിനറി എൻക്വയറി നടക്കണം എന്നുള്ളതാണ്. ഇവിടെ ഈ കോടതിയുടെ മുമ്പിൽ വല്ല എൻക്വയറി ഉണ്ടോ? 2, ഒരു പൊതുപ്രവർത്തകനെതിരെ FIR മുമ്പായിട്ട് CRPC 150 അനുസരിച്ചുള്ളതായിരിക്കുന്ന സാങ്ഷൻ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ അനിൽകുമാർ വേഴ്സസ് അയ്യപ്പദാസ്, സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ ഭരണഘടനാ സാധുതയെ ഇവിടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP എന്ന് പറയുന്ന കേസ് ഇവിടെ തള്ളിയിരിക്കുന്നു. 2, ഈ കോടതിക്ക് ഇത് പരിശോധിക്കാനുള്ള ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ? പ്ലേസ് ഓഫ് ഒക്കറൻസ് ആണ് ജുഡീഷ്യറിയുടെ ജൂറിസ്ഡിക്ഷന്റെ ഏറ്റവും വലിയ മാനദണ്ഡം. അങ്ങനെയെങ്കിൽ ഈ കേസ് പരിഗണിക്കാനുള്ള അധികാരം ഡൽഹിയിലും തിരുവനന്തപുരത്തുമാണ്, തൃശൂർ കോടതിക്കല്ല. 3ാമത്തെ കാര്യം, കോടതി പറഞ്ഞിരിക്കുന്നത്, എന്റെ അടുത്തൊരു കത്ത് വന്നു, ഞാൻ പോസ്റ്റ് ഓഫീസ് പോലെ ഞാൻ ആ കത്ത് കൈമാറി. പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് ഓഫീസറെയും പോസ്റ്റ്മാന്റെ പണിയെടുക്കേണ്ട ആളല്ല ജുഡീഷ്യൽ ഓഫീസർ. ജുഡീഷ്യറിയുടെ പണിയെടുക്കണം. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ. ഉപ്പ് തിന്നു എന്ന് ഈ ജഡ്ജ് അനുമാനിച്ചത് എന്തടിസ്ഥാനത്തിലാ? അനുമാനിക്കണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് വേണം? ഒരു റിപ്പോർട്ട് വേണം, അതിനനുസരിച്ചുള്ള തെളിവ് വേണം. ശരി, ഞാൻ തിരിച്ചെത്താം. ടി സിദ്ദിഖ്, അഡ്വക്കേറ്റ് ഉദയഭാനു കൂടി ചേർന്നിരിക്കുന്നു. അഡ്വക്കേറ്റ് ഉദയഭാനു, ഇതാണ് ടി സിദ്ദിഖിന്റെ വിശദീകരണം. അല്ല, എന്റേത് കഴിഞ്ഞില്ല. എന്താണ് പെട്ടെന്ന് പറയാമോ സിദ്ദിഖ്? അതും കൂടി ചേർത്ത്. കഴിഞ്ഞില്ല. പറയൂ. 2, ഇവിടെ 5-ാമത്തതാണ്. 5 ആണ്. 4 കാര്യങ്ങൾ സിദ്ദിഖ് പറഞ്ഞു. വേണ്ട, ഉദയഭാനു വക്കീലിനെ പോയിക്കോ, എന്നിട്ട് ഞാൻ പറയാം. ശരി.